ടില്ലിന്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. രാജാവിന്റെ ഒപ്പം നിന്ന് ചിത്രത്തിൽ ഉൾപ്പെടേണ്ട ആൾക്കാർ. ആദ്യം ചെന്നത് ആരായിരുന്നു? കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു. കമാൻഡർ ഇൻ ചീഫ് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ, കമാൻഡർ ഇൻ ചീഫിനെ കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് പൊട്ടിച്ചിരിക്കും. കാരണം അവൻ വളരെ ഉയരം കുറഞ്ഞ് തട്ടിച്ചിട്ട് പെട്ടത്തലയായിട്ട് അന്യോ തടി എന്ന് പറഞ്ഞാൽ ഒരുപാടൊരു പറ ചോറുണ്ണാനുള്ള വയറുണ്ട് അല്ലേ. പക്ഷേ അവൻ ചെന്നിട്ട് ടില്ലിനോട് ആദ്യം തന്നെ പറഞ്ഞത് എന്താ? എന്നെ വരയ്ക്കുമ്പോൾ ഞാൻ എന്താവണം? സുന്ദരനും സുമുഖനും ഒക്കെ ആവണം. എൻ്റെ വയറ് 6 പാക്ക് ആവണം. കാണാൻ പാടില്ല, ഫ്ലാറ്റ് ആവണം അല്ലേ എന്നൊക്കെയാ പറഞ്ഞത്. ഞാൻ ഒരിക്കൽ സുന്ദരനായിരുന്നു, അതുപോലെ തന്നെ വരണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെ അവിടെയാണ് നമ്മൾ നിർത്തിയത് അല്ലേ. ബാക്കി തുടങ്ങാം. 9ാമത്തെ പാരാഗ്രാഫ് കേട്ടോ. An elderly lady came next. അടുത്തതായി വന്നത് ഇത്തിരി പ്രായമുള്ള ഒരു സ്ത്രീയാണ്. She had a large hump on her back. ഈ സ്ത്രീയുടെ പ്രത്യേകത, അവളുടെ പുറകില്, മുതുകില്, അതായത് പുറത്ത് ഒരു വലിയൊരു കൂനുണ്ടായിരുന്നു. അപ്പൊ ഒരു കൂനുള്ള ഒരു പെണ്ണാണ് പിന്നെ ചെല്ലുന്നത്. സർ പെയിന്റർ, അവള് പറയണ കേട്ടോ, സർ പെയിന്റർ. ഷീ സെഡ് സോഫ്റ്റ്, വളരെ മൃദുവായിട്ടാണ് അവള് പറയണത്. സർ പെയിന്റർ, മേക്ക് മീ ലുക്ക് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ. എന്താ അവന്റെ ആവശ്യം? എന്താ അവളുടെ ആവശ്യം? മേക്ക് മീ ലുക്ക് യങ്. ചിത്രത്തിൽ എന്നെ കാണുമ്പോൾ ഞാൻ എന്തായിരിക്കണം? ഒരു ചെറുപ്പക്കാരത്തിയാകണം. പിന്നെയോ ബ്യൂട്ടിഫുൾ, മനോഹരിയായിരിക്കണം. If you don't remove the hump on my back and supply what I lack in beauty, I will have you torn to pieces. I will have you torn to pieces. ഭീഷണിയാണ്. നോക്കട്ടെ എന്താ പറയണത്? If you don't remove the hump, എൻ്റെ പുറകിലുള്ള എൻ്റെ കൂനുണ്ടല്ലോ, അത് നീ ഒഴിവാക്കിയില്ലെങ്കിൽ, on my back and supply, അതുപോലെ ആ വേണ്ട കാര്യങ്ങൾ നൽകിയില്ലെങ്കിൽ, എന്ത് വേണ്ട കാര്യങ്ങൾ? what I lack in beauty, അതായത് എന്നെ മനോഹരിയാക്കാൻ എന്തൊക്കെയാണോ എൻ്റെ പടം വരയ്ക്കുമ്പോൾ അതിൽ ചേർക്കേണ്ടത്, ആ ചേർക്കേണ്ട കാര്യങ്ങൾ ചേർത്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്നാ പറയണത്? എന്ത് സംഭവിക്കും? I will have you torn, ഞാൻ നിന്നെ കീറും എന്നാ പറയണത്. കീറും, ടോൺ. എങ്ങനെ കീറും? ടു പീസസ്, കഷ്ണം കഷ്ണമായിട്ട് ഞാൻ കീറും. മുറിക്കുന്നല്ല, കീറും. ടോൺ. A young lady who was the companion of Duchess came in as soon as the old lady left. അപ്പോ ഈ വയസ്സായ സ്ത്രീ പോയി കഴിഞ്ഞ വഴിക്ക് ഉടനടി അടുത്ത ആള് വന്നു. ആരാ അടുത്ത ആള്? A young lady, ഒരു ചെറുപ്പക്കാരത്തി. അവളാരാ? Who was the companion of the Duchess, പ്രഭുവിന്റെ ഭാര്യയുടെ തോഴിയാണ് ഈ യങ് ലേഡി. Came in as soon as the old lady left. She was young and pretty. ഈ വന്ന ലേഡി, അതായത് സ്ത്രീ, യങ്, ചെറുപ്പക്കാരത്തിയായിരുന്നു, and pretty, മനോഹരിയായിരുന്നു. But had lost 3 of her front teeth. അല്ലേ, മനോഹരിയായിരുന്നു, പക്ഷെ ചിരിക്കാതെ നിൽക്കണം. എന്താ കാരണം? എന്താ കാരണം? എന്താ അവളുടെ പ്രശ്നം? പല്ലില്ല എന്ന് പറഞ്ഞാൽ had lost 3 of her front teeth. മുൻവരിയിലത്തെ പല്ലില് 3 എണ്ണമില്ല. 3 പല്ലില്ലാതെ ഒന്ന് ചിരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതോടുകൂടി ആ ഭംഗി പോയില്ലേ? ഇൻ ആൻ ആക്സിഡന്റ്. അപ്പൊ അവളുടെ ഈ 3 പല്ല് പോയത് ഒരു ആക്സിഡന്റിൽ വിട്ടുപോയതാ. She warned till that if in her picture she didn't see herself smiling with a perfect set of pearly teeth. ഇനി അവളുടെ ആവശ്യം നോക്കട്ടാ. അവള് പറയണത്, ചിത്രം വരയ്ക്കുമ്പോൾ ആ ചിത്രത്തിൽ എന്തായിരിക്കണം എന്നാ പറയണത്? ചിത്രത്തിൽ എന്തായിരിക്കണം? She didn't see herself smiling with a perfect set of pearly teeth. She would have him cut into small bits
by her lover. എന്താ പറയണത്? ഈ പെയിന്ററെ, അതായത് ടില്ലിനെ അവൾ എന്താക്കും? കട്ട് ഇൻ ടു സ്മോൾ ബിറ്റ്സ്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അവൾ മുറിക്കും. ആരാ മുറിക്കുക? അവൾ വന്നിട്ടല്ല മുറിക്കുക. ആരാ? ഹെർ ലവർ, അവളുടെ കാമുകൻ. ആരാണ് അവളുടെ കാമുകൻ? ഹെർ ലവർ. ഷീ പോയിന്റഡ് ടു ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്. ആരാ? ആരാ ലവർ? ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്. കാവൽക്കാര് അല്ലെ, പട്ടാളക്കാരുടെ ക്യാപ്റ്റനാണ് അവളുടെ ലവർ. അപ്പോ അപ്പൊ കാര്യം ഉറപ്പായി, മുറിക്കുന്ന പറഞ്ഞാ ഉറപ്പായി അത്. പക്ഷേ എങ്ങനെ വരയ്ക്കേണ്ടത്? എങ്ങനെ വരച്ചില്ല എങ്ങനെ മുറിക്കുക? അവളിങ്ങനെ ചിരിച്ചു നിൽക്കണം ഫോട്ടോയില്. അതെങ്ങനെ? വിത്ത് എ പെർഫെക്റ്റ് സെറ്റ് ഓഫ് പേളിലി ടീത്ത്, പേള് പോലത്തെ, മുത്തുപോലത്തെ പല്ല്, മുത്തുപോലത്തെ പല്ലിങ്ങനെ കാണിച്ചുകൊണ്ട് അവള് നല്ല സുന്ദരിയായിട്ട് ചിത്രത്തിൽ ഇങ്ങനെ നിൽക്കണം. അങ്ങനെ കണ്ടില്ലെങ്കിൽ അവളുടെ കാമുകനെ കൊണ്ട് അവൾ എന്ത് ചെയ്യും? ഈ ടില്ലിനെ തുണ്ടം തുണ്ടമാക്കുമെന്നാ പറഞ്ഞത്. സിമിലർ റിക്വസ്റ്റ് ആൻഡ് ത്രെഡ്സ് കണ്ടിന്യൂഡ്. ഇപ്പോ നമ്മൾ പറഞ്ഞത് ആരൊക്കെ വന്നു? കമാൻഡർ ഇൻ ചീഫ്, പിന്നെ ഒരു എൽഡർലി ലേഡി, പിന്നെ യങ് ലേഡി. മൂന്നാള് വന്നുട്ടാ. മൂന്നാളും വന്നിട്ട് ഇപ്പൊ എന്താണ്ടായേ? മൂന്നാളും വന്നിട്ട് ഭീഷണി അല്ലേ? ഭീഷണിപ്പെടുത്തി അവര് പോയി. സിമിലർ റിക്വസ്റ്റ് ആൻഡ് ത്രെഡ്സ് കണ്ടിന്യൂഡ് until he had finished with the last of the courtiers. പരിചാരകർ ഓരോരുത്തർ വന്നു പോകുന്നുണ്ട്. പക്ഷേ വന്നു പോകുമ്പോഴൊക്കെ ഇതുപോലെയുള്ള റിക്വസ്റ്റുകള്, അഭ്യർത്ഥനകൾ, ചില ആൾക്കാർ വന്നിട്ട് അപേക്ഷിക്കും, അഭ്യർത്ഥിക്കും. പിന്നെയോ വേറെ ചില ആൾക്കാർ ത്രെഡ്സ്, ഭീഷണിയാണ്. ഇപ്പൊ വന്ന ആൾക്കാര്, നമ്മൾ കണ്ട മൂന്നാൾക്കാർ എന്താ സംഭവിച്ചത്? ഭീഷണിപ്പെടുത്തി. Then the archduke sent for him. അങ്ങനെ ഇവര് വന്നു പോയപ്പോൾ, എല്ലാവരും വന്നു പോയതിനു ശേഷം ആരാ? ആർച്ച്ഡ്യൂക്ക് സെന്റ് ഫോർ ഹിം, അവൻ പറഞ്ഞയച്ചു, വിളിപ്പിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, മൈ ഡിയർ ഫെല്ലോ, എന്റെ പ്രിയ കൂട്ടുകാരാ, ഐ വാണ്ട് യുവർ പോർട്രേറ്റ് ടു ബി പെർഫെക്റ്റ് ഇൻ എവറി ഡീറ്റെയിൽ. എന്താ രാജാവ് പറയണത്? ഐ വാണ്ട് യുവർ പോർട്രേറ്റ്, എനിക്ക് നിന്റെ ചിത്രം എന്തായിരിക്കണം? ടു ബി പെർഫെക്റ്റ്, പൂർണ്ണമായിരിക്കണം എന്നാ പറയണത്. ഇൻ എവറി ഡീറ്റെയിൽ, ഓരോ കാര്യത്തിലും കൃത്യമായിരിക്കണം. യു ആർ ടു പെയിന്റ് ഓൾ മൈ കോർട്ടിയേഴ്സ് എക്സാക്ട്ലി ആസ് വി സീ ദം. നീ നമ്മുടെ കോർട്ടിയേഴ്സിനെ, നമ്മുടെ പരിചാരകരെ വരയ്ക്കേണ്ടത് എങ്ങനെയാ? എക്സാക്ട്ലി അല്ലെ, ആസ് വി സീ ദം, നമ്മൾ അവരെ ഇപ്പോൾ കാണുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ വേണം നീ അവരെ വരയ്ക്കേണ്ടത്. ഓരോ അംശത്തിൽ അങ്ങനെ ആയിരിക്കും. യു ആർ ടു പെയിന്റ് ഓൾ മൈ കോർട്ടിയേഴ്സ് exactly as we see them. If you leave out a mole, a pimple or a single gray hair, I will have you slaughtered like a pig. അല്ലേ? എല്ലാവരും ഭീഷണിപ്പെടുത്തി പോയി, സമാധാനിച്ചിരിക്കായിരുന്നു. അപ്പോഴാണ് നമ്മുടെ പ്രഭു വിളിപ്പിച്ചത്. പ്രഭുവിന്റെ അടുത്ത് പോയി. അപ്പോ എന്തെങ്കിലും നല്ല വാക്ക് കേൾക്കാന്ന് കരുതിയിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോ എന്താ കഥ? ഇഫ് യു ലീവ് ഔട്ട് എ മോൾ, ഇവിടെ പറയാണ്, എന്റെ ഒപ്പം വരയ്ക്കപ്പെടുന്ന ആൾക്കാരെല്ലാവരും അതേപോലെ തന്നെ ഉണ്ടാവണമെന്നാ പറയുന്നത്. അത് മാത്രല്ല, എന്താ പറയുന്നത്? ഇഫ് യു ലീവ് ഔട്ട് എ മോൾ, നീ ഒരു കാക്കാപ്പുള്ളി, മോൾ എന്ന് പറഞ്ഞ കാക്കാപ്പുള്ളി, എ പിമ്പിൾ, ഒരു കുരു അല്ലെങ്കിൽ മുഖക്കുരു എന്നൊക്കെ പറയില്ലേ അത്, ഓർ എ സിംഗിൾ ഗ്രേ ഹെയർ, അല്ലെങ്കിൽ ഒരു നരച്ച തലമുടി, ഒരു മുടി നരച്ചത്. ഇപ്പോ കാണുമ്പോൾ അവർക്ക് നരയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, ആ ഒരു നരച്ച മുടി, ഇതെല്ലാം വിട്ടുപോയാൽ, ഇതൊക്കെ വിട്ടുപോയാലുണ്ടല്ലോ, ഐ വിൽ ഹാവ് യു സ്ലോട്ടേഡ് ലൈക്ക് എ പിഗ്, ഞാൻ എന്ത് ചെയ്യും നിന്നെ? സ്ലോട്ടേഡ് എന്ന് പറഞ്ഞാൽ അറക്കും. എങ്ങനെ? എന്തിനറക്കണ പോലെ? പന്നീനെ അറക്കണ പോലെ, പോർക്കിനെ അറക്കണ പോലെ ഞാൻ നിന്നെ അറക്കും അല്ലേ? അപ്പൊ ടില്ലിന്റെ കാര്യം തീരുമാനായി, ശരിയല്ലേ? മറ്റോരൊക്കെ പറഞ്ഞത് എന്താ? അവരെ
സുന്ദരന്മാരും സുന്ദരിമാരുമാക്കി വരച്ചില്ലെങ്കിൽ അവർ കൊല്ലും. ഇനിയോ ഇപ്പൊ അവരെ കാണുന്നത് എന്തുപോലെയാണോ അതുപോലെ തന്നെ വരച്ചില്ലെങ്കിൽ പന്നിയെ അറക്കുന്നത് പോലെ അറക്കുമെന്നാണ് ആര് പറയണത്? രാജാവ് പറയണത്. അപ്പോൾ ടില്ലിന് ഏതാണ്ട് ഒരു സമാധാനം കിട്ടി. നോക്കാം. ടിൽ കൂളിലി തോട്ട് തിങ്സ് ഓവർ. ടില്ലപ്പ് എന്ത് ചെയ്തു? വളരെ ശാന്തമായിട്ട് ചിന്തിച്ചു. ഓവർ, വീണ്ടും വീണ്ടും ചിന്തിച്ചു. ആൻഡ് സെഡ് ടു ഹിംസെൽഫ്, എന്നിട്ട് അവൻ സ്വയം പറഞ്ഞു, ഇഫ് ഐ പെയിന്റ് ദിസ് പിക്ചർ ഐ ഷാൾ certainly be killed. Either by the archduke will have me slaughtered like a pig, or having disobeyed him, or courtiers will have me murdered for painting them as they really are. എന്താ പറയുന്നത്? ഇഫ് ഞാൻ ഈ ചിത്രം വരച്ചാൽ, പെയിന്റ് ദിസ് പിക്ചർ, ഐ ഷാൾ certainly be killed. എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും ഞാൻ കൊല്ലപ്പെടും. അല്ലേ? ഐ ഷാൾ certainly, ഉറപ്പായിട്ടും, certainly be killed, കൊല്ലപ്പെടും. എന്നെ ആരാ കൊല്ലുക? either the archduke or the courtiers. കണ്ടില്ലേ? ആരാ കൊല്ലുക? ഒന്നുകിൽ ആർച്ച്ഡ്യൂക്ക് or the courtiers, അല്ലെങ്കിലോ ആരാ? കോർട്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ പരിചാരകർ. ഒന്നുകിൽ ആർച്ച്ഡ്യൂക്ക് രാജാവ്, അല്ലെങ്കിൽ രാജാവിന്റെ പരിചാരകർ. അപ്പൊ either the archduke will have me slaughtered like a pig. ആർച്ച്ഡ്യൂക്ക് എങ്ങനെ കൊല്ലുക? പിഗിനെ അറക്കുന്നത് പോലെ. for having disobeyed him, അതായത് മറ്റവരൊക്കെ പറയുന്ന പോലെ ഞാൻ വരച്ചാൽ പിഗിനെ അറക്കുന്നത് പോലെ രാജാവ് കൊല്ലും. ഇനിയോ അതല്ല, രാജാവ് പറയണ പോലെ വരച്ചാലോ? the courtiers will have me murdered for painting them as really they are. അവരിപ്പൊ എങ്ങനെയാണ് അതുപോലെ വരച്ചതിന് കോർട്ടിയേഴ്സും എന്നെ കൊല്ലും. in either case I am to die. ഈ രണ്ട് സന്ദർഭങ്ങളിലും ഞാൻ മരിക്കാനുള്ളവനാണ്. what I to do, ഞാൻ എന്ത് ചെയ്യും? perhaps it is wiser not to paint this picture at all. ഏറ്റവും ബുദ്ധിയപ്പ എന്താ? it is a wiser not to paint this picture at all. ഈ പെയിന്റ് വരയ്ക്കാതിരിക്കുക, ഈ ചിത്രം വരയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് ബുദ്ധി എന്നാ പറയുന്നത്. The following day he asked Archduke for the hall where he was to paint the picture. അടുത്ത ദിവസം അവൻ ആർച്ച്ഡ്യൂക്കിനോട് ചോദിച്ചു, for the hall, എവിടെയാണ് ഞാൻ പടം വരയ്ക്കേണ്ടത്? ആ ശാല ഏതാണ്? where he was to paint the picture, ഞാൻ ചിത്രം വരയ്ക്കേണ്ടത് എവിടെയാണ് എന്ന് ചോദിച്ചു. he was shown a large room with bare walls. അവന് വലിയൊരു റൂം കാട്ടിക്കൊടുത്തു. ആ റൂമിന് എന്താണ്? bare walls, ചുമരുമൊന്നും ഒന്നും വരച്ചിട്ടില്ല, അങ്ങനെ കാലിയായി കിടക്കുന്ന ചുമരുള്ള ഒരു റൂം. till asked for thick curtains to be hung on the walls. അപ്പോ ടില്ല് എന്ത് ചെയ്തു എന്നറിയോ? ടില്ല് അവിടെ ചെല്ലേണ്ട താമസം നോക്ക പറയണത്, ആസ്ക്ഡ് ഫോർ തിക്ക് കർട്ടൻ, നല്ല കട്ടിയുള്ള ഒരു കർട്ടൻ വേണല്ലോ എന്നാണ് പറയുന്നത്. he wanted his painting to be protected from the flies and dust. കാരണം എന്താ? അവൻ പറയാണ്, wanted his painting to be protected. എൻ്റെ പെയിന്റിങ്, എൻ്റെ ചിത്രം അത് സംരക്ഷിക്കണം. എവിടെ നിന്ന് സംരക്ഷിക്കണം? from the flies and the dust. അല്ലെ, ഞാൻ ചിത്രം വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഈച്ചകളൊക്കെ വന്നായി ഇരിക്കും, അതുപോലെ പൊടിയൊക്കെ പിടിക്കും. അപ്പോ ചിത്രത്തിന്റെ ഭംഗി പോവും, അല്ലെങ്കിൽ ചിത്രം വിചാരിച്ച പോലെ വരയ്ക്കാൻ പറ്റില്ല, കഴിയില്ല. അല്ലെ, ഈച്ചകളൊക്കെ വന്നിരുന്ന പെയിന്റ് പോവും. അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ എനിക്ക് നല്ല കട്ടിയുള്ള ഒരു കർട്ടൻ, ആ ചുമര് മറച്ചിട്ടൊരു കർട്ടൻ വേണമെന്ന് പറഞ്ഞു. he also asked for 3 assistants to help him in mixing colors. ഒപ്പം തന്നെ അവൻ പറഞ്ഞു, എനിക്ക് 3 അസിസ്റ്റൻസ് വേണം, 3 സഹായികള്. എന്തിനാ? ടു ഹെൽപ്പ് ഹിം ഇൻ മിക്സിംഗ് കളേഴ്സ്, കളറുകൾ മിക്സ് ചെയ്യാൻ. ആർച്ച്ഡ്യൂക്ക് ഗേവ് ഹിം ഓൾ ദാറ്റ് ഹി ആസ്ക്ഡ് ഫോർ. ആർച്ച്ഡ്യൂക്ക് ഇവൻ പറഞ്ഞതെല്ലാം അവന് എത്തിച്ചു കൊടുത്തു. അല്ലെ, രാജാവല്ലേ, ഒന്നിനും ഒരു ക്ഷാമില്ല. for 30 days Till and his assistants feasted themselves
on the choicest dishes and drank the finest wines. അങ്ങനെ 30 ദിവസത്തോളം ടില്ലും അവന്റെ കൂട്ടുകാരും അസിസ്റ്റൻസും അല്ലേ എന്താണ് സഹായികളും കൂടിയിട്ട് എന്ത് ചെയ്തു? ഫീസ്റ്റഡ് ദംസെൽവ്സ്, അവര് സദ്യ ഉണ്ടു, നല്ല വിഭവസമൃദ്ധമായിട്ട് ഭക്ഷണം കഴിച്ചു. ഓൺ ദ ചോയ്സസ്റ്റ് ഡിഷസ്, ഇഷ്ടമുള്ള ഭക്ഷണം നന്നായിട്ട് അവർ കഴിച്ചു. ആൻഡ് ഡ്രാങ്ക് ദ ഫൈനസ്റ്റ് വൈൻസ്, മാത്രമല്ല നല്ല അടിപൊളി വൈനുകൾ അവരെന്ത് ചെയ്തു? ഇങ്ങനെ കുടിച്ചു. ഓൺ ദ 31st day, ഇനിയോ 31ാമത്തെ ദിവസം, the archduke thrust his nose in through the door and said, അല്ലേ എന്താ പറയണത്? കൃത്യം 31ാമത്തെ ദിവസം എത്തിയപ്പോൾ നമ്മുടെ ആർച്ച് ഡ്യൂക്ക് വന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? thrust his nose in through the door, ഡോറിന്റെ ഇടയിലൂടെ അവൻ മൂക്കകത്തേക്ക് കടത്തി എന്നാ പറയണത്. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണത്? മൂക്ക് അകത്ത് കടത്തി എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണത്? വാതിലിന്റെ പഴുതിലൂടെ മൂക്കകത്തേക്ക് കടത്തി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കണത് എന്താ? എന്താ? ആകാംക്ഷ മൂത്തിട്ട് അല്ലെ വാതിൽ തുറന്നിട്ട് അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. അതാണ് അകത്തെന്താണ് എന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷ. എന്നിട്ട് പറയാണ്, ഇറ്റ് ഈസ് ടൈം ദാറ്റ് യു ഫിനിഷ്ഡ് ദ പെയിന്റിംഗ്, ഐ ആം ഈഗർ ടു സീ ഇറ്റ്, ഈസ് ഇറ്റ് റെഡി? അപ്പൊ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് ടൈം ദാറ്റ്, ഇത് എന്താ, നീ നിന്റെ പെയിന്റിംഗ് ചിത്രം വരച്ച് കഴിയേണ്ട സമയമാണ്. അതായത് നീ വരച്ച് കഴിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഐ ആം ഈഗർ ടു സീ ഇറ്റ്, എനിക്കത് കാണാതെ ഭയങ്കരമായിട്ടുള്ള ജിജ്ഞാസ. ഈഗർ, ഭയങ്കരമായിട്ടുള്ള ജിജ്ഞാസ. ഈസ് ഇറ്റ് റെഡി? അത് ശരിയായോ, കഴിഞ്ഞോ? ടിൽ സെഡ് ദാറ്റ് ദ പിക്ചർ വാസ് ബീയിങ് കംപ്ലീറ്റഡ്. അപ്പൊ ടില്ല് പറയാണ്, എന്താ പറയണത്? പിക്ചർ വാസ് ബീയിങ് കംപ്ലീറ്റഡ് ആൻഡ് ദാറ്റ് ഹി നീഡഡ് സം മോർ ഡേയ്സ് ടു ഫിനിഷ് ഇറ്റ്. ടില്ല് പറഞ്ഞു, ദ പിക്ചർ വാസ് ബീയിങ് കംപ്ലീറ്റഡ്, ഇങ്ങനെ മുഴുവനായി കൊണ്ടിരിക്കുകയാണ്. ബീയിങ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഹി നീഡഡ് സം മോർ ഡേയ്സ്, പിന്നെ പറയാണ് എനിക്ക് കുറച്ച് ദിവസം കൂടി വേണം. സം മോർ ഡേയ്സ് ടു ഫിനിഷ് ഇറ്റ്. ദ ആർച്ച് ഡ്യൂക്ക് റിപ്ലൈഡ് ദാറ്റ്, ആർച്ച് ഡ്യൂക്ക് എന്ത് ചെയ്തു? മറുപടി പറഞ്ഞു, ദാറ്റ് ആസ് ലോങ് ആസ് ദ പെയിന്റിംഗ് വാസ് പെർഫെക്റ്റ് ഇൻ എവറി ഡീറ്റെയിൽ. അല്ലേ, എന്താ പെയിന്റിംഗ് എന്ന് പറയുന്നത് ഓരോ മാത്രയിലും പെർഫെക്റ്റ് ആണ്. ആർച്ച് ഡ്യൂക്ക് പറയാണ്, പെയിന്റിംഗ് ഓരോ മാത്രയിലും പെർഫെക്റ്റ് ആണ്. ഹി വാസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യന്റ്. അതായത് പറയാണ്, ആർച്ച് ഡ്യൂക്കിനോട് പറയാണ്, ഈ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, എല്ലാം കൃത്യമായിട്ടാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്നുകൂടി ക്ഷമിച്ചിരിക്കണം എന്നാണ് പറയണത്. പ്രിപ്പയർഡ് ടു ബി പേഷ്യന്റ്, ഒന്നും കൂടിയും അല്ലേ പേഷ്യന്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചിരിക്കണം. The delay of week or two did not matter. അല്ലേ, അപ്പോ എന്താ he said, പറഞ്ഞു, രാജാവ് പറയാണ്, 1 or 2 ആഴ്ച, അത് കുഴപ്പമില്ല, അത് ആയിക്കോട്ടെ, അത് വിഷയമുള്ള കേസല്ല. അത് Till and his companion continued their merry making for another fortnight. Till and his companion, ടില്ലും അവന്റെ കൂട്ടുകാരും കണ്ടിന്യൂഡ്, അവര് തുടർന്നു. എന്ത് തുടർന്നു? മെറി മേക്കിംഗ്. എന്താ ഈ മെറി മേക്കിംഗ് എന്ന് പറഞ്ഞാൽ? എന്താ നമ്മള് ശരിക്കും പറഞ്ഞാൽ മറ്റേ ഇന്നസെന്റ് ഒക്കെ പറയണ പോലെ ആർമാദിക്കുക എന്ന് പറയും. ഭയങ്കരമായ സന്തോഷം. അടിച്ചു പൊളിച്ച് കഴിയാന്ന് പറയില്ലേ, അത്. ഫോർ അനദർ ഫോർട്ട്നൈറ്റ്. ഫോർട്ട്നൈറ്റ് എന്ന് പറഞ്ഞാൽ 2 ആഴ്ച, അതായത് 15 ദിവസം തന്നിട്ടുണ്ടല്ലോ. ആ 2 ആഴ്ച അവർ അടിച്ചു പൊളിച്ചു ജീവിച്ചു. ഓൺ ദ 45th day, പിന്നെയോ 45ാമത്തെ ദിവസം എന്ന് വെച്ചാൽ ആദ്യം 30 ദിവസം കഴിഞ്ഞു, ഇപ്പൊ 2 ആഴ്ചയും കഴിഞ്ഞു. അപ്പോ എന്തായി? 45 ദിവസമായില്ലേ? അപ്പോ 45ാമത്തെ ദിവസം once again the archduke poked his nose in through the door. 45ാമത്തെ ദിവസം വീണ്ടും ആർച്ച് ഡ്യൂക്ക് എന്ത് ചെയ്തു? പോക്ഡ് ഹിസ് നോസ്, അവന്റെ മൂക്ക് വീണ്ടും തള്ളി കയറുകയാണ്. ഇൻ ത്രൂ ദ ഡോർ, ഡോറിന്റെ ഉള്ളിൽ കൂടെ.
Isn't it time that the picture was completed? He asked. അവൻ വീണ്ടും ചോദിക്കണം, എന്താ isn't it that time? സമയായില്ലേ? The picture was completed. ചിത്രം മുഴുവനാവിയില്ലേ എന്ന് ചോദിച്ചു. He asked. Till said that. Till പറഞ്ഞു, the portrait was being given a finishing touches. ഈ ചിത്രം ഇതാ കഴിഞ്ഞു, ഇനി എന്താ ഫിനിഷിംഗ് ടച്ചസ്, അവസാനത്തെ കുറച്ച് പണിയും കൂടി ബാക്കിയുള്ളൂ, അത് കഴിച്ചുകൊണ്ടിരിക്കുക എന്നാ പറഞ്ഞത്. He begged for some more time. അപ്പൊ ഇവൻ കുറച്ച് സമയം കൂടി എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്തു? begged എന്ന് പറഞ്ഞാൽ എന്താ? ആശ്വസിപ്പിച്ചു അല്ലെ? അവൻ യാചിച്ചു, അപേക്ഷിച്ചു. The Archduke said that his delay did not matter so long as he did an excellent job. Archduke പറഞ്ഞു, കുഴപ്പമില്ല, his delay, അവന്റെ ആ താമസം, did not matter, അതൊരു വിഷയമല്ല. So long as he did an excellent job, അതായത് എത്ര താമസിച്ചാലും അവൻ ചെയ്യുന്നത് ഒരു എക്സലന്റ് ജോബ് ആവണം എന്ന്, അത്രേ ഉള്ളൂ കണ്ടീഷൻ. അതുകൊണ്ട് നീ എത്ര സമയം വേണമെങ്കിലും എടുത്തോ, കുഴപ്പമില്ല എന്നാ പറയുന്നത്. You should either complete the picture within 15 days or you should show me the unfinished picture now. പക്ഷെ അവൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? You should either complete the picture. നീ തീർച്ചയായിട്ടും ചിത്രം മുഴുവനാക്കണം. എത്ര നാളുകൾക്കുള്ളിൽ മുഴുവനാക്കണം? Within 15 days, 15 ദിവസത്തിനുള്ളിൽ. Or you should allow me, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? You should show me, നീ എന്നെ എനിക്ക് കാണിച്ചു തരണം. ഏതാ? The unfinished picture now. അതായത് ഇവിടെ നിനക്ക് ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ നീ എന്ത് ചെയ്യാ? 15 ദിവസത്തിനുള്ളിൽ ചിത്രം പൂർണ്ണമായിട്ടും ചെയ്ത് അവസാനിപ്പിക്കുക, എന്നിട്ടായി കാണിച്ചു തരാം. അല്ലെങ്കിൽ നീ ഇപ്പൊ ചിത്രം കാണിച്ചു തരാ, എന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ പിന്നെ ചെയ്യാം എന്നാ പറയാം. അപ്പോ should your lordship see the painting now, you would not be satisfied with it, he said. അപ്പോ നോക്ക, Till promised to complete the picture within 15 days. Till അപ്പൊ പറഞ്ഞു, ശരി, ഞാൻ 15 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ ഇത് മുഴുവനാക്കാം, ഉറപ്പ്. Saying that only few minor details remained to be filled in. അവൻ പറയാണ്, കുറച്ച് അല്ലറ ചില്ലറ വർക്കും കൂടി കഴിയാനുള്ളൂ, അത് കഴിഞ്ഞത് കഴിഞ്ഞു എന്നാ പറയുന്നത്. Should your lordship see the painting now, you would not be satisfied with it, he said. എന്നിട്ട് പറയണ, രാജാവിനോട് പറയണ, ഇപ്പോൾ അങ്ങ് അല്ലേ ഈ ചിത്രം ഇപ്പോൾ കണ്ടാൽ എന്താ സംഭവിക്കുക? You would not be satisfied with it. താങ്കൾ ഒരിക്കലും ഇതിലെന്താവില്ല, സന്തോഷവാനാവില്ല എന്നാ പറയണത്. താങ്കൾ ഒരിക്കലും സന്തോഷവാനാവില്ല. Till and his companion enjoyed themselves for yet another fortnight. അപ്പോ ആദ്യത്തെ ഒരു 2 ആഴ്ച കഴിഞ്ഞു. ഇപ്പൊ കണ്ടാ വീണ്ടും ശരിയാവില്ല എന്നാ പറഞ്ഞത്. അപ്പൊ വീണ്ടും ആദ്യം 31 ദിവസം കഴിഞ്ഞു, പിന്നെ 2 ആഴ്ച കഴിഞ്ഞു, ഇനി വീണ്ടും 2 ആഴ്ച കാത്തിരിക്കാനാ പറഞ്ഞത്. അപ്പൊ ആ 2 ആഴ്ചയും ഇതാ കഴിഞ്ഞു. Till and his companion enjoyed themselves. ടില്ലും അവന്റെ കൂട്ടുകാരും കൂടിയിട്ട് എന്ത് ചെയ്തു? another fortnight, enjoyed another fortnight. അടുത്ത 2 ആഴ്ച കൂടി അവർ അടിച്ചു പൊളിച്ചു. On the 16th morning, അങ്ങനെ 60th morning എന്ന് വെച്ചാൽ 60-ാം ദിവസം രാവിലെ. അപ്പൊ ആദ്യം എത്ര ദിവസം? 30 ദിവസം, പിന്നെ 15, പിന്നെ 15, അങ്ങനെ 60 ദിവസം. 60-ാം ദിവസം രാവിലെ the Archduke forced his way into the room and said, ആർച്ച്ഡ്യൂക്ക് പിന്നെ മൂക്കൊന്നും അല്ലേ, എന്താണ്, വാതിലിന്റെ പഴുത് കൂടെ ഇടാനൊന്നും നിന്നില്ല. ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്തു? ഫോഴ്സ്ഡ് ഹിസ് വേ ഇൻടു ദ റൂം. റൂമിന്റെ ഉള്ളിലേക്ക് ശബരം പ്രയോഗിച്ച് കടന്നു കയറി എന്ന് വെച്ചാൽ വാതിൽ തള്ളി തുറന്നു വന്നു. ഐ മസ്റ്റ് സീ ദ പിക്ചർ അറ്റ് വൺസ്. എന്താ പറയണത്? ഐ മസ്റ്റ് സീ ദ പിക്ചർ അറ്റ് വൺസ്. എനിക്ക് ഈ ചിത്രം ഇപ്പൊ തന്നെ കാണണം. ആരാ പറയണത്? രാജാവ് പറയാണ്, എനിക്ക് ഇപ്പൊ തന്നെ, അറ്റ് വൺസ്. Where is the picture? പിക്ചർ എവിടെ? Draw those curtain apart. അപ്പോ ചിത്രത്തിന്റെ മുൻപിൽ 2 കർട്ടൻ ഇങ്ങനെ ഇട്ടുണ്ട്. അപ്പോ ആ കർട്ടന്റെ നേരെ നോക്കി രാജാവ് പറയാം, നോക്കൂ, ആ 2 കർട്ടനും മാറ്റൂ എന്നാ പറയുന്നത്. Pictures is ready, my lord, announced Till. ടില്ല് പറഞ്ഞു, ചിത്രങ്ങൾ തയ്യാറായിരിക്കുകയാണ്.
Then why don't you draw the curtain? ഉടനടി രാജാവ് പറയാം, എന്താ പിന്നെ നീ കർട്ടൻ മാറ്റാത്തത്? വാട്ട് ഈസ് ദ മാറ്റർ? എന്താണ് വിഷയം? ആർച്ച്ഡ്യൂക്ക് said, asked. ആർച്ച്ഡ്യൂക്ക് പറഞ്ഞു, I want you to grant me one last favor, said Till. ടിൽ അപ്പൊ പറയാണ്, ഞാൻ ആഗ്രഹിക്കുന്നത് നീ എനിക്കൊരു ഉപകാരം കൂടി നീ എനിക്ക് ചെയ്തു തരണം. Please order the courtiers, all over the courtiers to assemble in this room. അങ്ങയുടെ രാജകൊട്ടാരത്തിലെ എല്ലാ പരിചാരകരോടും ഈ റൂമിൽ വന്ന് നിൽക്കാനായിട്ട് അദ്ദേഹം അങ്ങ് പറയണം. എല്ലാവരും when they are here, അവരിവിടെ നിൽക്കുമ്പോൾ എന്താ പറയണത്? when they are here, അവരിവിടെ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? I want you say a few words to them and then I will draw the curtain. ഞാൻ കുറച്ച് കാര്യങ്ങൾ അവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. I want to say, ഞാൻ കുറച്ച് കാര്യങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താ? then I will draw the curtain. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാം? ഈ കർട്ടൻ ഞാൻ മാറ്റാം എന്നാണ്. അപ്പോ എന്തോരം ഈ പാരഗ്രാഫും കൂടി ഉണ്ടല്ലേ? ഇതല്ലേ ഉള്ളൂ. അപ്പോ the Archduke ordered all the courtiers to assemble in the hall. ആർച്ച്ഡ്യൂക്ക് പറഞ്ഞു, എന്നാ എല്ലാ കോർട്ടിയേഴ്സും ഇവിടെ വരിക, ഈ റൂമിൽ വന്നിട്ട് എല്ലാവരും ചേർന്ന് നിൽക്കുക. ടിൽ അഡ്രസ് എടുത്താം. അങ്ങനെ അവര് വന്നു നിന്നപ്പോൾ ടിൽ അവരുടെ നേരെ നോക്കി അവരോട് പറഞ്ഞു, മൈ ലോഡ്, എൻ്റെ എന്താണ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭുക്കന്മാരെ, അതായത് ഉന്നതിയിലിരിക്കുന്ന ആൾക്കാരെ, ലേഡീസ്, അതുപോലെ എന്താണ് ലേഡികളെ, ആൻഡ് ജെന്റിൽമാൻ, അതുപോലെ പ്രിയപ്പെട്ടവരെ. എന്താ പറയണത്? ദ പിക്ചർ ഈസ് റെഡി, ചിത്രമിതാ തയ്യാറായിരിക്കുന്നു. To see how well I have done my work. You can all admire my work, but I must warn you that there is something very special about this picture. അപ്പൊ എന്താ പറയണത്? എന്റെ വർക്ക് ഇതാ കഴിഞ്ഞു, ഞാനത് കാണിക്കാൻ പോവാണ്. അത് കാണുമ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞത്? You will now be able as I draw the curtain. അപ്പൊ അതായത് ഞാൻ ഈ കർട്ടൻ മാറ്റുമ്പോൾ നിങ്ങൾക്ക് അത് ഇപ്പൊ കാണാൻ പറ്റും. അതായത് എന്റെ വർക്ക് എങ്ങനെയാണ്? സീ ഹൗ വെൽ, എത്ര നന്നായിട്ടാണ്, സീ ഹൗ വെൽ, എത്ര മനോഹരമായിട്ടാണ് ഞാൻ എന്റെ വർക്ക് ചെയ്തത് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയോ യു ക്യാൻ ഓൾ അഡ്മയർ മൈ വർക്ക്. ഇനിയോ എന്റെ വർക്ക് കാണാൻ പറ്റുന്നു മാത്രമല്ല, എന്റെ വർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ അതിനെ പുകഴ്ത്താം എന്നാ പറയുന്നത്. മനസ്സിലായോ? ബട്ട് ഐ മസ്റ്റ് വാൺ യു, പക്ഷെ ഞാൻ എന്താണ് നിങ്ങളോട് എന്താണ് നിങ്ങൾക്കൊരു താക്കീത്, അതായത് നിങ്ങൾക്കൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. That there is something very special about this picture. എന്താണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്രത്യേക കാര്യം? ഈ ചിത്രത്തിനെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സംതിങ് സ്പെഷ്യൽ അബൌട്ട് ദിസ് പിക്ചർ. നോക്കൂട്ടാ, ഇനി ആ കാര്യം പറയണത് ശ്രദ്ധിച്ചു കേട്ടോളൂ. Only those among you who have noble blood in your veins will be able to see this painting. എന്താ പറയുന്ന പോയിന്റ്? ഓൺലി ദോസ് among you, നിങ്ങളിൽ ആർക്കൊക്കെയാണോ അതുള്ളത്. ഏതുള്ളത്? നോബിൾ ബ്ലഡ്. അല്ലെ, നോബിൾ ബ്ലഡ് എന്ന് പറഞ്ഞാൽ രാജകീയ രക്തം. അതായത് നിങ്ങളില് എന്താ പറയാ, നല്ല അഭിമാനികളും അന്തസ്സുള്ളവരും അല്ലെ, എന്തിനും പോന്നവരും ആയിട്ടുള്ള അല്ലെ രാജകീയ രക്തം, അങ്ങനെ എന്താ പറയാ നല്ല ചോര എന്നൊക്കെ പറയും നമ്മൾ. അതുള്ളവരാരാണോ അവർക്ക് മാത്രമേ ഏബിൾ ടു സീ ദിസ് പെയിന്റിങ്, ഈ പെയിന്റിങ് കാണാൻ സാധിക്കുകയുള്ളൂ. ഓൾ ദ റെസ്റ്റ് വാട്ട് എവർ ദെയർ റാങ്ക് ഓർ പൊസിഷൻ, ബാക്കിയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവരുടെ റാങ്കും പൊസിഷനും എന്തായിക്കോട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വലിയ ക്യാപ്റ്റനാവും, ചിലപ്പോൾ വൈസ് ക്യാപ്റ്റനാവും, ചിലപ്പോൾ വേറെ വല്ലതൊക്കെ ആവും അല്ലേ. അങ്ങനെ എന്തൊക്കെ ആയാലും അത് എന്താണെന്നാ പറയുന്നത്, അവർക്ക് ഇത് കാണാൻ പറ്റില്ല. റോയൽ ബ്ലഡ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ അവരുടെ റാങ്കും പൊസിഷനൊന്നും വലുതായിട്ട് കാര്യമില്ല, റോയൽ ബ്ലഡ് ഉണ്ടോ എന്നാണ് ചോദ്യം. The courtiers could one another in showing their administration
sorry, admiration for the picture. Courtiers, പരിചാരകര് outdid one another in showing their admiration for the picture. അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ശ്രദ്ധിക്കേട്ടാ, പറഞ്ഞില്ല അല്ലെ നമ്മള് നോക്കുക. All the rest, whatever rank or position, will see nothing but a blank wall. ബാക്കിയുള്ള ആൾക്കാർ നോക്കുമ്പോ എന്താ കാണാ? രാജകീയ രക്തമില്ലാത്ത ആൾക്കാർ നോക്കിയാൽ കാണാ ഓൺലി they can see only a blank wall. Blank wall എന്ന് വെച്ചാൽ ഒരു വെറുതെ ഒരു വെള്ളച്ചമര് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതും ഒന്നും വരച്ചിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. അങ്ങനെ അപ്പൊ അത് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് എന്താവണം പറയണത്? എന്ത് ബ്ലഡ് ആവണം? നോബിൾ ബ്ലഡ്. അപ്പൊ നോബിൾ ബ്ലഡ് ഇല്ലാത്ത ആൾക്കാർ നോക്കിയാൽ വെറും ചുമരാണ് കാണാൻ. നോബിൾ ബ്ലഡ് ഉള്ള ആൾക്കാർ നോക്കിയാൽ ഈ ചിത്രം കാണാൻ പറ്റും. Now I draw the curtain. ഇതാ ഞാൻ ഈ കർട്ടൻ മാറ്റുന്നു എന്ന് പറയല്ല. എന്താണ്? ടൈൽ ഫ്ലങ് ദ കർട്ടൻ സൈഡ്. ടൈൽ എന്ത് ചെയ്തു? ഈ രണ്ട് കർട്ടൻ എന്ത് ചെയ്തു? രണ്ട് ഭാഗത്തേക്ക് മാറ്റി. The courtiers outdid another, showing their admiration for the picture. Courtiers ഇത് കണ്ട വഴിക്ക് കാണണ താമസം their admiration എന്ന് പറഞ്ഞ പുകഴ്ത്തൽ അല്ലേ? ഈ കർട്ടൻ മാറ്റിയ വഴിക്ക് അവര് കണ്ടപ്പോൾ അവര് പുകഴ്ത്താൻ തുടങ്ങി. എന്താ? ഫോർ ദ പിക്ചർ, ചിത്രത്തിനെ കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി. അവര് പറയണം they praised Till for his splendid painting. ഓ ടില്ലേ, ഇത് എന്തൊരു ചിത്രമാണത്, അടിപൊളി ഗംഭീരായിട്ട്, ഇതുപോലത്തെ ചിത്രം ഞങ്ങൾ കണ്ടിട്ടില്ല, നല്ല ചിത്രം എന്ന് പറഞ്ഞിട്ട് ടില്ലിനെ അവർ അഭിനന്ദിച്ചു. They remarked how natural each of the looked in the picture. എന്നിട്ട് അവര് പറഞ്ഞു, അതേ കണ്ടാ, അവിടെ നിൽക്കുന്ന കണ്ട, എന്റെ ഫോട്ടോ കണ്ടാ, എന്റെ ചിത്രം അതേ അതിലുണ്ട് കണ്ടാ, ഓ എന്ത് കൃത്യമായിട്ടാ എന്നെ തന്നെ വരച്ചിരിക്കുന്നത്, ദാ ഇവന്റെ ചിത്രം കണ്ട, അതാ അതിനും കാട്ടിയും ഗംഭീരായിട്ട്. അങ്ങനെ അവരെന്താണ് ആ ചിത്രത്തിൽ നോക്കി ഓരോരുത്തരെ വരച്ചിരിക്കുന്നതിനെ അവരിങ്ങനെ എടുത്ത് പറയാൻ തുടങ്ങി. ആര്? ഈ കോർട്ടിയേഴ്സ്. മനസ്സിലായോ പറഞ്ഞത്? And looked in the picture and eagerly pointed out their friends and acquaintance. എന്നിട്ട് അവരിങ്ങനെ ചൂണ്ടിക്കാണിക്കണം, ചിത്ര ചുമരുമിരിക്ക് നോക്കിയിട്ടേ ചൂണ്ടിക്കാണിക്കാ, അവൻ നിൽക്കണ്ട, അവനെ ഞാൻ അറിയും, ഇപ്പുറത്തുള്ള ഇവരെ ഞാൻ അറിയും അല്ലെ, അങ്ങനെ ഓരോരുത്തരെയും ഞാൻ അറിയും, അത് അവരൊക്കെ എന്ത് ഭംഗിയായിരിക്കുന്നു, അല്ലെങ്കിൽ അവരൊക്കെ അതുപോലെ തന്നെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവൻ ഇങ്ങനെ പറയണം. ആര്? ഈ കോർട്ടിയേഴ്സ് വന്ന് പറയണം. All of a sudden the Duke's jester leaped into the air and shouted. പെട്ടെന്ന് തന്നെ ഡ്യൂക്കിന്റെ ജസ്റ്റർ, ഡ്യൂക്കിന്റെ എന്താ പറയാ, ഈ വിദൂഷകൻ, അയാൾ വന്നിട്ട് പെട്ടെന്ന് അവിടെ വന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, All of you know that I am a fool. അപ്പൊ വിദൂഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വിദൂഷകൻ തമാശക്കാരനാണ് അല്ലെ. പണ്ട് രാജകൊട്ടാരത്തിൽ അങ്ങനെ ആൾക്കാരുണ്ടാവും, രാജാവിനെ ചിരിപ്പിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ, കൊമേഡിയൻകാര്. പക്ഷെ അവരെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മണ്ടന്മാര് എന്നുള്ള ലെവലിലാണ് അവരെ നമ്മൾ എടുക്കണം. മണ്ടന്മാര് മണ്ടത്തരം പറയുന്നു, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോ ഇവിടെ വിദൂഷകൻ വന്നിട്ട് പറയണം, നോക്കൂട്ടാ, all of you know that, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, I am a fool, ഞാനൊരു വിഡ്ഢിയാണ്, and I have no blue blood in my veins. എന്റെ വെയിൻസിൽ, എന്റെ ഞരമ്പുകളിൽ എന്തില്ല? നീല രക്തം ഇല്ല, എന്ന് വെച്ചാൽ രാജകീയ രക്തമില്ല. I can see no picture but only a blank wall. അതുകൊണ്ട് എനിക്ക് ചിത്രം കാണാൻ സാധിക്കുന്നില്ല, എന്ത് മാത്രമേ ഉള്ളൂ? ബ്ലാങ്ക് വോൾ അല്ലെ, ഒന്നും വരയ്ക്കാത്ത ഒരു വെളുത്ത ചുമര മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുന്നു. When the fools begin to, അപ്പോ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വല്ല മനസ്സിലായി നിങ്ങക്ക്? എന്താ ഇപ്പോൾ ഉണ്ടായി? ആർക്കും മനസ്സിലായില്ലേ? അതായത് രാജാവ് ചിത്രം കാണാൻ വന്നു 60ാമത്തെ ദിവസം. ചിത്രം കാണാൻ വന്നപ്പോൾ രാജാവിനോട് ഇവൻ പറയാണ്, ചിത്രം ഞാൻ കാണിക്കണതിന്റെ മുൻപ് കൊട്ടാരത്തിലെ എല്ലാ ആൾക്കാരും വിളിക്കണം എന്ന് പറയണം, പരിചാരകരെ. അതായത് രാജാവിന്റെ കൂടെ നിന്ന് ചിത്രം വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചു വരുത്തണം എന്ന് പറയാം. അപ്പൊ രാജാവ് ഉടനടി അവരെയൊക്കെ വിളിച്ചു വരുത്തി. അപ്പൊ അവരോട് ഇവൻ പറയാണ്, ഈ ചിത്രം കാണണമെങ്കിൽ രാജരക്തമുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. മനസ്സിലായേ?
നമ്മുടെ ഞരമ്പുകളിൽ രാജരക്തം, അതായത് നല്ല കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാർക്ക്, അതാണ് അതിന്റെ വേറൊരു രീതിയിൽ പറയണം. നല്ല കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ഈ ചിത്രം കാണാൻ പറ്റുള്ളൂ എന്നാ പറയണത്. അപ്പൊ അങ്ങനെ പറഞ്ഞത് എന്തിനായിരിക്കും? എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? രക്ഷപ്പെടാം. അതായത് ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചുള്ളത്? ചിത്രം വരച്ചിട്ടുണ്ടാ ശരിക്കും ടില്ല്? ടില്ല് ചിത്രം ഒന്നും വരച്ചിട്ടില്ല. ടില്ല് വെറുതെ ഒരു കർട്ടൻ അതിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇറക്കുക. എന്നിട്ട് ടില്ല് പറയാണ്, ഞാൻ ഈ കർട്ടൻ മാറ്റിയാൽ ചിത്രം കാണാം, പക്ഷെ ചിത്രം കാണണമെങ്കിൽ രാജരക്തമുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരാള് കൈമ നോക്കിയിട്ട് പറയാ, എനിക്കൊന്നും കാണാനില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അവൻ പോരാ, അവൻ മോശക്കാരനായി. അപ്പോ മനസ്സിലായില്ലേ? അപ്പൊ രാജാവിനോട് അതുകൊണ്ടാണ് എല്ലാവരെയും വിളിച്ചു കൊണ്ടുവരാൻ പറയുന്നതിന്റെ കാരണം അതും കൂടിയാണ്. കാരണം രാജാവ് ചിലപ്പോ നോക്കിയിട്ട് പറയും, ഇതെന്തടോ ഒന്നും കാണാനില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമായി. ബാക്കിയുള്ള ആൾക്കാരെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ രാജാവ് ഒന്നും മിണ്ടില്ല, കാണാൻ പറ്റില്ല എന്നൊന്നും പറയില്ല. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്തെന്ന് പറയും, ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ അവര് പറയും, എന്താ ഭംഗിയുണ്ട്, അടിപൊളിയുണ്ട് എന്ന് പറയും. ഇല്ലേ? അല്ലെ? അതൊരു സൂത്രാണ്. അപ്പൊ ആ സൂത്രാണ് ഇവിടെ പ്രയോഗിച്ചത്. അപ്പോ എല്ലാവരും ഈ ചിത്രത്തിന് നോക്കിയിട്ട് എല്ലാവരും പറയും, എന്തൊരു ഭംഗിയുള്ള ചിത്രം, എന്റെ ഫോട്ടോ കണ്ട എന്റെ അതേപോലെ തന്നെ, രാജാവ് അടിപൊളിയുണ്ട്, ആ നിൽക്കുന്ന ആളെ ഞാൻ അറിയും, അയാൾ ഇന്ന സ്ഥലത്തുള്ള ആളല്ലേ, അയാളൊക്കെ ഉണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചിത്രത്തിന് എങ്ങനെ പുകഴ്ത്തുക. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചിത്രം ഉണ്ടാ? അപ്പൊ ഇല്ലാത്തൊരു ചിത്രത്തിനെയാണ് ഈ പുകഴ്ത്തുന്നത്. പക്ഷെ അത് എന്തിനാ പുകഴ്ത്തുന്നത്? അതിന്റെ കാരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. പുകഴ്ത്തുന്ന ആൾക്കാരൊക്കെ ചിത്രം വരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിൽ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവരെ ഭംഗിയാക്കിയിട്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വരച്ചിട്ടില്ലെങ്കിൽ, അപ്പോ ഇത് കണ്ടില്ലേ, ഇപ്പൊ ചിത്രം വരച്ചു എന്നാണ് രാജാവും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. ടില്ലിനെ മാത്രമേ അറിയുള്ളൂ ചിത്രം വരച്ചിട്ടില്ല എന്ന്, അല്ലേ? അപ്പോ അവിടെ ഉണ്ടായിരുന്ന വിദൂഷകൻ ആ സമയത്ത് പറയാണ്, എനിക്ക് അവിടെ ഒന്നും കാണാനില്ല, എനിക്ക് ചുമര് മാത്രമേ കാണാനുള്ളൂ. ഒരു പക്ഷെ ഞാൻ വിദൂഷകനാണല്ലോ, അതുകൊണ്ട് എനിക്ക് വിവരമില്ലാത്ത കാരണം ഉണ്ടായിരിക്കുമെന്നാണ് ആര് പറയണത്? വിദൂഷകൻ. ഞാൻ വിഡ്ഢിയായിരിക്കുമെന്നാ പറഞ്ഞത്. അപ്പൊ നോക്കൂട്ടാ, അടുത്ത ലാസ്റ്റ് പാരഗ്രാഫ് എന്ന് പറഞ്ഞത്, when fools begin to talk, observed ടില്ല് ഇതെല്ലാം കണ്ടു നിന്നുകൊണ്ട് ടില്ല് പറയണട്ടാ, when fools begin to talk, വിഡ്ഢികൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, it is time for wise men to walk. എന്താ പറയണത്? വിഡ്ഢികൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യണം എന്നാ പറയണത്? അവരെന്ത് ചെയ്യണം? വോക്ക്, അവരവിടെ നിന്ന് നടക്കണം എന്നാ പറഞ്ഞത്. വിഡ്ഢികളുടെ സംസാരം കേട്ട് നിൽക്കാൻ ബുദ്ധിമാന്മാര് നിൽക്കാൻ പാടില്ല, ഒരു പഴഞ്ചൊല്ലാണത്. വിഡ്ഢികൾ പറയണത് കേൾക്കരുത് എന്ന് പറയില്ല നമ്മള്. അത് ആ പറച്ചില് പറഞ്ഞിട്ട് ആര് പോവാണ് അവിടുന്ന്? ആരാ പോണത്? ടില്ല് പോവാണ് അവിടുന്ന്. He calmly strode out of the hall. അവൻ എന്ത് ചെയ്തു? ശാന്തനായിട്ട് ഈ ഹാളിന്റെ പുറത്തേക്ക് ഇങ്ങനെ എന്ത് ചെയ്തു? സ്ട്രോഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ പതുക്കെ ഇങ്ങനെ നടന്നു വന്നു. നടന്നു പോയി. എന്നിട്ടോ and rode away on his donkey. എന്നിട്ട് അവൻ അവന്റെ കഴുതേനങ്ങൾ അഴിച്ചു. എന്നിട്ട് അതിന്റെ പുറത്ത് കയറിന്നിട്ട് എന്ത് ചെയ്തു? അവൻ റോഡ് അവേ എന്നാ പറഞ്ഞത്. എന്ത് ചെയ്തു? അവിടുന്ന് പോയി, വണ്ടി പുറപ്പെട്ടു. He fed his feathers in his cap, chanced in എന്താണ് gentle breeze. നോക്ക, അപ്പോ ഈ തൊപ്പി, അവന്റെ തൊപ്പിയുമ്പോ എന്താ കുറച്ച് ഫെതേഴ്സ് ഉണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, പൂക്കളും തൂവലൊക്കെ. ആ ഫെതേഴ്സ് അവന്റെ തൊപ്പിയും വെച്ചിട്ടുണ്ടായിരുന്ന ആ തൂവലുകൾ ഇങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി? കാറ്റത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇളകാൻ തുടങ്ങി എന്നാ പറഞ്ഞു. അങ്ങനെ അവൻ അവിടുന്ന് പോയി എന്നാ പറഞ്ഞത്. അപ്പൊ എങ്ങനെയുണ്ട് ടില്ലിന്റെ സൂത്രം? ടില്ല് എന്തിനായിരിക്കും അവിടുന്ന് പോവാനുള്ള കാരണം? അതന്നെ, വെരി ഗുഡ്. ഇനി അവിടെ നിന്നാ പണി കിട്ടും അല്ലേ? ഇപ്പോ കുഴപ്പമില്ല, ഇപ്പൊ എല്ലാവരും എന്താ വണ്ടടിച്ച് നിൽക്കുക. രാജാവിനും അതെ, എന്താ പറയേണ്ടെന്നൊരു പിടുത്തില്ല. അപ്പോഴേക്കും ഒരുത്തം വന്ന് പറഞ്ഞു, എനിക്കൊന്നും കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഓരോരുത്തരും ചിലപ്പോ ഒന്ന് പറയും. അത് പറയുമ്പോ എന്താ സംഭവിക്കുക?
Okay. Okay.